ഈ വീഡിയോ നിങ്ങളൊന്ന് കാണണേ. എന്ത് കാണിക്കണേ? ഞാൻ ക്യാൻസർ പേഷ്യന്റ് രോഗത്തിന്റെ മുമ്പിൽ ഇങ്ങനെ പറയരുത്. ഒരു രോഗിയോട് അങ്ങനെ പറയരുത് ഞാൻ ക്യാൻസർ പേഷ്യന്റാ. രോഗം എന്നത് ചോദിച്ചിട്ടാണോ നോട്ടീസ് അടിച്ചാണ് രോഗം തന്നെ? ഈ ഹർത്താൽ എന്തിനാണ് സംഘടിപ്പിച്ചത് എന്നുള്ളത് എല്ലാവർക്കും അറിയായിരിക്കും. നമുക്കറിയാം, കണ്ണൂർ അഞ്ചരക്കണ്ടി BDS ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജി എന്ന് പറയുന്ന 22 വയസ്സുകാരൻ അവിടെ നിന്ന് ടീച്ചേഴ്സ്മാരിൽ നിന്നും അധിക്ഷേപമുണ്ടായി, ജാതി അധിക്ഷേപമാണ് ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ലോണ് കാര്യങ്ങള് അതും പറയുന്നുണ്ട്. അതെന്തോ ആവട്ടെ, അതവിടെ കിടക്കട്ടെ. അവനക്ക് നീതി കിട്ടണം. അവൻ ദളിത് കുടുംബത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അവനക്ക് നീതി വേണം, ഹർത്താലൊക്കെ വേണം. പക്ഷെ ഈ ഒരു മനുഷ്യൻ ഇവിടെ ഈ ചെയ്തത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഇവൻ ഏത് വലിയ പാർട്ടിയുടെ നേതാവാണെങ്കിലും ഇവൻ എന്താണ്, ഇവൻ ഒരു മനുഷ്യന്റെ നീതിക്കും വേണ്ടിയിട്ട് തെരുവിലിറങ്ങിയ ഒരു മനുഷ്യനാണോ നീ? അതല്ല ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ? എന്താണ് നിന്റെ പ്രശ്നം? അതായത് അമ്മ പറയുന്നത് കേട്ടില്ലേ, രോഗത്തിനുണ്ടോ ഹർത്താൽ? ഇന്നലെ പോയിക്കൂടായിരുന്നോ? അതല്ലെങ്കിൽ മിഞ്ഞാന്ന് പോയിക്കൂടായിരുന്നോ? ഇതൊന്നും രോഗത്തിനില്ലല്ലോ. ഇനിയിപ്പോ ഏത് വലിയ MP-മാർ അല്ലെങ്കിൽ ഏത് വലിയ മന്ത്രിമാർ അതിൽ കൂടെ പോകുന്നുണ്ടെങ്കിലും ഒരു ആംബുലൻസ് അല്ലെങ്കിൽ ഒരു രോഗി അവിടെ വരുമ്പോ ആ രോഗിക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഹർത്താൽ എല്ലാം ചെയ്യാം, പക്ഷെ രോഗികളെ നിങ്ങളൊന്ന് പരിഗണിക്കണ്ടേ? ഒരു പക്ഷെ ആ രോഗിക്ക് ഇന്ന് കിട്ടേണ്ട ടാബ്ലറ്റ് ഇന്ന് കിട്ടിയില്ല എങ്കിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. ക്യാൻസർ ആണ് ഇത്. പിന്നെ ഏറ്റവും വലിയ രോഗമാണ് ക്യാൻസർ. തലവേദനയോ പനിയോ അല്ല അവർ പറയുന്നുള്ളത്, ക്യാൻസർ ആണ്. ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് ആണ്, നിങ്ങൾ എന്നെ പരിഗണിക്കണം എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നുള്ളത്. കുറെ കാക്കിയിട്ട പോലീസുമാർ അവിടെ ഉണ്ട്. അവരെ പിടിച്ച് വലിച്ച് പിന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതല്ലാതെ അവിടെ ഒരു വഴി ഒരുക്കി കൊടുക്കാൻ വരെ ആ പോലീസുമാർ സംസാരിക്കുന്നില്ല. ഇവൻ ആരാണ്? ഇവൻ ഏത് പാർട്ടിയിലെ വലിയ നേതാവാണെങ്കിലും ഇവൻക്കൊന്നും പാർട്ടിയുടെ വില കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നീയാണോ മനുഷ്യത്തിനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ നീതിക്കും വേണ്ടിയിട്ട് തെരുവിലിറങ്ങിയത്? എന്നിട്ട് ഇവൻ ലാസ്റ്റ് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, ഇന്നലെ പോയിക്കൂടായിരുന്നോ, മിഞ്ഞാന്ന് പോയിക്കൂടായിരുന്നോ? അവർ ക്യാൻസർ പേഷ്യന്റ് ആണ്, അവർക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും പണമായിട്ടും പല പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതൊന്നും നിനക്കറിയേണ്ട ആവശ്യമില്ലല്ലോ. എന്നിട്ട് അവൻ പറയാ എന്നോട് വാശി പിടിച്ച് അതുകൊണ്ട് നിങ്ങൾ പോകണ്ട എന്ന്. ആ മനുഷ്യൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ആരാണ് ഉത്തരവാദി? ഇനിയൊക്കെ എവിടെ നിന്നാണ് വരുന്നത് എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ.